രാവിലെ തന്നെ അമ്മയും മക്കളും കൂടെ പാചകം ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഇതാ വണ്ടി സൈഡാക്കി എന്താണെന്ന് തിരക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതാ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ വിറകടുപ്പിൽ കാര്യമായിട്ട് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ. ടോഗോയിൽ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള കുക്കിംഗ് രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അടുപ്പിൽ ഇതുപോലെ വിറക് കത്തിച്ചിട്ടാണ്. ഇതാ ഈ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സാധനം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ ഒറിജിനൽ പാം ഓയിൽ ഉണ്ടാക്കുന്ന പാമിൻ്റെ കായ. ആ കായയുടെ ജ്യൂസ് അവർ നല്ല ഒലക്കയും ഉരലും ഉപയോഗിച്ച് ഇടിച്ചിട്ട് ഇതുപോലെ ജ്യൂസ് വേറെ ആക്കിയിട്ട് എടുക്കും. ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മരത്തിൻ്റെ ഉരലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കല്ലിൻ്റെ കിട്ടുമല്ലോ, ഇവിടെ മരത്തിൻ്റെയാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സീഡ് വേറെ ജ്യൂസ് വേറെ എന്ന് പറഞ്ഞ് മാറ്റിയതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള നോൺ വെജ് ഇതിൽ ആഡ് ചെയ്യും, ഫിഷോ മട്ടനോ ചിക്കനോ. എന്നിട്ട് അത് അവർ കറി ഉണ്ടാക്കും. അത് കൂടാതെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ പലതരം ഇലക്കറികളും ഇതോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. മെയിൻലി ഇവർ റൈസിനോ അല്ലെങ്കിൽ ചോളം പൊടിച്ചുണ്ടാക്കുന്ന ബുയി അല്ലെങ്കിൽ പാത്ത് എന്ന് പറയും ചോളത്തിൻ്റെ ഫുഡ്, അതിൻ്റെ കൂടെ കഴിക്കാനാണ് യൂസ് ചെയ്യുന്നത്.